ഹരിപ്പാട് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല വരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനു മുന്നിൽ നിന്നും പ്രവർത്തകരോടൊപ്പം ഹരിപ്പാട് റവന്യൂ ടവറിലെത്തിയ രമേശ് ചെന്നിത്തല കാർത്തികപ്പള്ളി തഹസിൽദാരുടെ കാര്യാലയത്തിലാണ് പത്രിക സമർപ്പിച്ചത്. ഹരിപ്പാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തല വരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും രാവിലെ പ്രവർത്തകരോടൊപ്പം ഹരിപ്പാട് റവന്യൂ ടവറിലെത്തിയ രമേശ് ചെന്നിത്തല കാർത്തികപ്പള്ളി തഹസീൽദാരുടെ കാര്യാലയത്തിൽ അസിസ്റ്റന്റ് വരണാധികാരിയായ തഹസീൽദാർ എസ് ശ്രീകുമാർ മുമ്പാകെയാണ് 3 സെറ്റ് പത്രിക സമർപ്പിച്ചത്. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും മണ്ണാർശാല ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷമാണ് രമേശ് ചെന്നിത്തല തുറന്ന വാഹനത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനായി റവന്യൂ ടവറിലേക്ക് പ്രവർത്തകരോടൊപ്പം എത്തിയത്. വരണാധികാരി LA വിഭാഗം ഡെപ്യൂട്ടി കളക്ടറുടെ അഭാവത്തിൽ AROയ്ക്കാണ് പത്രിക നൽകിയത്. DCC പ്രസിഡന്റ് B ബാബുപ്രസാദ്, UDF നേതാക്കളായ AK രാജൻ, ജോൺ തോമസ്, ഫക്രുദ്ദീൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ ദിവസം പുലർച്ചെ ഹരിപ്പാടെത്തിയ രമേശ് ചെന്നിത്തല ആദ്യം ചെന്നിത്തലയിലെ കുടുംബക്ഷേത്രങ്ങളായ മാടക്കൽ, നന്ദിയാട്ട് എന്നീ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയിരുന്നു. തുടർന്ന് ചെന്നിത്തലയിലെ കുടുംബ വീട്ടിലെത്തി മാതാവ് ദേവകി അമ്മയുടെ കുഴിമാടത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഹരിപ്പാട്ടേക്ക് എത്തുകയായിരുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും UDF പ്രവർത്തകർ രമേശ് ചെന്നിത്തലയുടെ ചിത്രങ്ങൾ പതിച്ച കാർഡുകളും മൂവർണ്ണ കളറിലെ ബലൂണുകളും കൈകളിലേന്തിയാണ് അഭിവാദ്യം അർപ്പിച്ചത്. UDF നേതാക്കളായ അഡ്വക്കേറ്റ് B രാജശേഖരൻ, അനിൽ B കളത്തിൽ, ബാബുക്കുട്ടൻ, KK സുരേന്ദ്രനാഥ്, ഷംസുദ്ദീൻ കായിപ്രം, മുഞ്ഞിനാട് രാമചന്ദ്രൻ, S ദീപു, V ഷുക്കൂർ, S വിനോദ് കുമാർ, AR ഹരികുമാർ, MV സജി, MK വിജയൻ, ബേബി ജോൺ, R മോഹനൻ, വിദ്യാധരൻ, NK നാഥൻ, ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹരിപ്പാട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന തനിക്ക് ഹരിപ്പാടിനെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാനാകുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും ഇതാണ് തന്റെ ആത്മവിശ്വാസമെന്നും ഇപ്രാവശ്യവും ജനങ്ങൾ തന്നോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ഞാൻ. ഹരിപ്പാടിൻ്റെ ഹൃദയത്തിലാണ്. ഈ നാടിനും സമൂഹത്തിനും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ജനങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ നിയോജകമണ്ഡലത്തിലെ ഓരോ മണ്ഡലിയുമായി എനിക്ക് ബന്ധമുണ്ട്. തലമുറകളായിട്ടുള്ള ബന്ധമാണ്. അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ ഞാൻ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായും ആ കൂട്ടായ്മ എന്നും നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എനിക്ക് രാഷ്ട്രീയത്തിന് അതീതമായി അവരുമായി ബന്ധമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായി എനിക്ക് നല്ല ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം പിന്തുണയും സഹകരണവും ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. CDNet ന്യൂസ്, ഹരിപ്പാട്.